ധ്യാനം ചെയ്യുന്ന യോഗീശ്വര കരതളിരിൽ കാണുവാൻ വെമ്പിടുന്നോരാനന്ദാഖണ്ഡപുഞ്ചം വ്രജയുവതി ജനപ്രേമ സർവസ്വസാരം ഗാനം ചെയ്തും തിമർത്തും നിജപദമണയുന്നോരിലാനന്ദവർഷം താനന്യൂനം പൊഴിച്ചും വ്രജഭുവി വിലസി പണ്ടൊരേകാദശാബ്ദം. പണ്ട് ഒരു 11 വർഷം അവിടെ എങ്ങനെ കളിച്ചു തിമർത്തു എന്ന് പറയുന്നത് ആര്? നമ്മളെ പൊന്നു തമ്പുരാനില്ലേ? അവിടെ തന്നെ. പിന്നെ ആരെ കാര്യം നമുക്ക് പറയാനുള്ളത്? ഇപ്പോഴിതാ എന്താ അങ്ങനെ കർണന്റെ മുമ്പിൽ നീ പോവാനായിട്ടില്ല, ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് നല്ലോണം തളരട്ട്, അതുവരെ നീ വിശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് വിട്ടില്ല. കൂട്ടുകാരനെ വിട്ടില്ല ഭഗവാൻ. അങ്ങനെ മധ്യാഹ്നം വരെ എത്തിച്ചില്ല എന്ന് പറയുന്നു. ഉച്ച കഴിഞ്ഞു. വിശ്രമമില്ലാതെ ശസ്ത്രം പ്രയോഗിച്ച് കർണൻ തളർന്നുപോയി. ഈ സമയത്ത് ഭഗവാൻ പറഞ്ഞു പാർത്ഥനോട്, കർണന്റെ യുദ്ധരംഗത്ത് നിന്ന് മാരവം അധികം ഉയരുന്നില്ലല്ലോ. പോരിൽ അവൻ തളർന്നു തുടങ്ങി കാണും എന്ന് തോന്നണം. കർണനെ നേരിടുവാനുള്ള അവസരമാകുന്നു. പക്ഷേ നാം അങ്ങോട്ട് എതിർത്തുകൂടാ. അവൻ ഇങ്ങോട്ട് ആദ്യം ചെയ്യണം. അതിനും ഒരു മാർഗമുണ്ട്. അവന്റെ പുത്രൻ യുദ്ധരംഗത്തുണ്ട് ഇപ്പോൾ. അവനുമായി ഏറ്റുമുട്ടണം. നീ കർണസുതനെ നീ വധിക്കണം. അപ്പോൾ അങ്കേശൻ ചൊടിച്ചു വരും. അച്ഛന് മോനെ നീ കൊല്ലണം എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. കേശവൻ പറഞ്ഞ പ്രകാരം പാർത്ഥൻ അങ്കേശപുത്രനെ വധിച്ചു. മകൻ മരിച്ചത് കണ്ടപ്പോൾ കർണൻ ക്രോധാവേശനായി. അത് ആർക്കും ദേഷ്യം വരുന്നതല്ലേ? ഭീമസേനന്റെ കഥ നമുക്കറിയാം. എല്ലാവർക്കും ഓൻ അസുരനാന്ന്, കോമ്പലിലുള്ളവനാന്ന്, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ എനിക്ക് അവൻ്റെ കോമനപുത്രനല്ലേ എന്ന് ഭീമസേനൻ പറഞ്ഞതുപോലെ ഇത് മുമ്പൊന്ന് മകനെ കൊല്ലുന്ന കാണുമ്പോൾ എന്തായാലും ദേഷ്യം വരായിരിക്കൂലല്ലോ. നയനങ്ങൾ ചുവന്നു, ചുണ്ടുകൾ വിറച്ചു. ഒരു നിമിഷം ചിന്തകൾ വെറുങ്ങലിച്ചു. ഞാൻ എന്ത് ചെയ്യണ്ടെന്ന് അറിയാതെ ആയിപ്പോയി കർണൻ. അമ്പേറ്റ് മണ്ണിൽ വീണ് പിടക്കുന്ന പുത്രന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നു. ആവേശത്തോടെ കർണൻ പെരുവെള്ളം പോലെ അമ്പുകൾ തുമ്പമില്ലാതൊഴുക്കി പാണ്ഡവപ്പട രട്ടോട്ടം ഓടാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ പറഞ്ഞ, അർജുന, അണയുവാൻ പോകുന്ന ദീപം ആളി കത്തോട്ടോ. കർണൻ കത്തി ജ്വലിക്കുന്നത് അസ്തമിക്കുന്നതിന് വേണ്ടിയാണ്. സാവധാനം മുന്നേറുക, ബദ്ധപ്പാട് വേണ്ടാട്ടോ. സമചിത്തതയോട് പെരുമാറുക. ധർമ്മജന്റെ മനസ്സിൽ ഭയം വിതറിയ കർണനെ ശമപുരത്തിൽ എത്തിച്ചേ വിശ്രമിക്കാവൂ. അതുവരെ ഇനി നിനക്ക് വിശ്രമമില്ല. ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ധനഞ്ജയൻ കർണനെ സൂക്ഷിച്ചു നോക്കി. അകലെ നിന്ന് നോക്കിയാൽ ധർമ്മജന്റെ നേരിയ ഛായയാണ് കർണന്. എന്തപ്പാ, ശബ്ദവും ഏതാണ്ട് തുല്യം തന്നെ. ജ്യേഷ്ഠനെ പോലെ ബഹുമാനവും തോന്നുന്നു. എന്താണ് ഇങ്ങനെ ഒരു മനസ്സ് വരുവാൻ കാരണം? ഏകദേശം ആ ധർമ്മപുത്രയുടെ ഛായ ഉണ്ട് കർണൻ എന്നാണ് പറയുന്നത്. ഒരു നിമിഷമേ മനസ്സിന് അത്തരമൊരു ചിന്തയിൽ വ്യാപരിപ്പിച്ചുള്ളൂ അർജുനൻ. ഹൃദയമടക്കി ക്രൗര്യം ഏറ്റി ധനഞ്ജയൻ ഗാന്ധീപം പോലെ ഏറ്റി. അതെങ്ങാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നൂന്ന് വിചാരിച്ചാൽ അർജുനൻ കർണന് നേരെ അമ്പെയ്യൂലായിരുന്നു. ഇരുവരും പോര് തുടങ്ങി. ആകാശത്ത് ദേവകൾ നിരന്നു. പാണ്ഡവപ്പടയും കൗരവപ്പടയും കാഴ്ചക്കാരായി. രണാങ്കണത്തിൽ മനുഷ്യ ശബ്ദം നിലച്ചു. ഞാണൊലിയും വസ്ത്രങ്ങളുടെ ഹൂങ്കാരധ്വനിയും മാത്രം അവശേഷിച്ചു. ഭടന്മാർ ഭയാകുലരായി മാറി നിന്നു. ആയോധനത്തിൽ ആരാണ് മികച്ചെന്ന് പറയുവാൻ കഴിഞ്ഞില്ല. ഇരുവരും തികഞ്ഞ ധൈര്യത്തോടെ പൊരുതി കയറി. ലാക്ക് നോക്കി അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അമ്പുകൾ പെരുമഴ പോലെ പെയ്തിറങ്ങി. കർണൻ 5 അമ്പുകൾ കണ്ണന്റെ ദേഹത്തിലോ. അത് വേണ്ടിയായിരുന്നു. എന്തിനപ്പ ഭഗവാനെ ചെയ്യുന്നെല്ലാരും? പാവം, എൻ്റെ പൊന്നു, നീ പൊന്നു തമ്പുരാനല്ലേ അത്. ഭഗവാനെ എന്തിനു കർണ? അങ്ങനെയൊക്കെ ഇഷ്ടല്ലേ കണ്ണനാ? അമ്പുകൾ ഇന്ദ്രനീല കളയപുരത്തിൽ കുങ്കുമച്ചുവി പരത്തി. ഓ ഈശ്വര, ഗുരുവായൂരപ്പ. കേശവൻ കർണനെ നോക്കി പുഞ്ചിരിച്ചു. അപ്പോഴും പുഞ്ചിരിച്ചു. അതാണ് പാർത്ഥന് കേശവന്റെ ശരീരം ചുവന്നത് സഹിക്കുവാനായില്ല. അങ്ങനെ സഹിക്കാനാവും? എനക്ക് സഹിക്കാനാവുന്നില്ല. എന്നിട്ട് വേണ്ടേ? സൂതനിൽ അമ്പ് തറക്കുന്നത് വില്ലാളിയുടെ കഴിവ് കേടാണ്. പാർത്ഥൻ ഒന്നുകൂടി ജ്വലിച്ചു. അഗ്നിയുടെ കാന്തി ധനഞ്ജയനിൽ പകർന്നു. അർജുനൻ 5 അമ്പ് കർണന് തറപ്പിച്ചു. അമ്പേറ്റ് കർണൻ കുലുങ്ങി.
കുലുങ്ങിപ്പോയി. ഇരുവശത്തും രഥസംരക്ഷകരായി നിന്ന കർണന്റെ സഹായികളെ അർജുനൻ വധിച്ചു. ധനഞ്ജയനെ അമ്പിൽ താഴ്ത്തുവാനാവുകയില്ലെന്ന് കണ്ടപ്പോൾ കർണൻ രണ്ടും കൽപ്പിച്ച് നാഗാസ്ത്രം തൊടുത്തു. വിളിച്ചു പറഞ്ഞു, ധനഞ്ജയ, നിന്റെ മികവ് ഈ അസ്ത്രത്തിൽ ഞാൻ കാണട്ടെ. ധൈര്യത്തോടെ തടയുക. കഴിയുമെങ്കിൽ ശിരസ് രക്ഷിക്കുവാൻ നോക്കുക. അന്നേരം ശല്യര് പറഞ്ഞിട്ടുണ്ട്, കണ്ണിന് നേരെ അയക്കല്ല, കഴുത്തിന് നേരെ അയക്കുക, കഴുത്തിന് നേരെ അയക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം പറഞ്ഞു, തൊടുത്ത അമ്പ് ഞാൻ തിരിച്ചെടുക്കൂല, അതുകൊണ്ട് പോകുന്നത് കോട്ടയം തന്നെ. കേശവൻ വീണ്ടും ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം പ്രകൃതിയിലെ സൂക്ഷ്മ നിമിഷങ്ങൾക്ക് മാത്രം ബോധ്യമായി. വേറെ ഒരാൾക്കും ആ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലായില്ല. കർണന്റെ ധനുസിൽ നാഗാസ്ത്രം ചീറി ജ്വലിക്കുവാൻ തുടങ്ങി. ഭീകരമായ പല രൂപങ്ങളും അമ്പിൻ തുമ്പിൽ നൃത്തമാടി. എന്തൊക്കെയോ വരുന്നു. നമ്മള് ഇപ്പൊ ഈ വെടിക്കെട്ടിൽ കാണുന്നില്ല, എന്തൊക്കെയോ ആകൃതിയിലുള്ള ചിത്രങ്ങൾ ആകാശത്ത്, അതുമാതിരി വർണ്ണവിസ്മയം, അതുമാതിരി എന്തൊക്കെയോ വരാൻ തുടങ്ങി. അനവധി ആയുധങ്ങൾ തെളിഞ്ഞു. എവിടെയും നീല നിറം വ്യാപിച്ചു. പാണ്ഡവായ, ഇങ്ങനെയാണ് ജപിച്ചത്. പാണ്ഡവന്മാരില്ലാതാവട്ടെ. അസ്ത്രം ജ്വലിച്ചു വരുവാൻ തുടങ്ങി. ചുറ്റും മിന്നലുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അസ്ത്രം നീങ്ങി. പാർത്ഥൻ പല അസ്ത്രങ്ങളും വില്ലിൽ തൊടുത്തു വിട്ടു. പക്ഷെ എല്ലാം തകർന്നു. ആകാശം ജ്വലിച്ചു വരികയാണ്. എന്ത് വേണമെന്നറിയാതെ ധനഞ്ജയൻ പതറിപ്പോയി. പാവം. പെട്ടെന്ന് തേര് ഭൂമിയിലേക്ക് താണതായി അർജുനന് തോന്നി. നിലത്തൊരൈവിരേലമർത്തു താഴ്ത്തിനാൻ. ആരേ? നമ്മുടെ പാർത്ഥസാരഥി, നമ്മുടെ ഭഗവാൻ. അതാണ് കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി, കൂട്ടുകാരനെയല്ല, ഒക്കെ ആ പാദം നമസ്കരിക്കുന്നവരൊക്കെ രക്ഷിക്കുന്ന ആളല്ലേ, കാരുണ്യമൂർത്തി. അപ്പൊ അർജുനന്റെ പേര് നിലത്തൊരൈവിരേലമർത്തു താഴ്ത്തിനാൻ. ശിരസ്സൊന്നുലഞ്ഞു. കിരീടം മുറിച്ചുകൊണ്ട് നാഗാസ്ത്രം അനന്തതയിൽ വിലയം പ്രാപിച്ചു. മകുടവും കൊണ്ടു നടന്നു ബാണവും. അർജുനന്റെ മകുട കൊണ്ടുപോയി, അല്ലെങ്കിൽ നെറ്റിക്കെല്ലാം ആ അമ്പ് കൊണ്ടിട്ടുണ്ട്. പിന്നെ അർജുനനുണ്ടോ? കേശവൻ പെട്ടെന്ന് തേരുയർത്തി അത് പിന്നോക്കം ഇറങ്ങി. ആകാശം ഫലിക്കാതായപ്പോൾ കർണന്റെ മുഖം മങ്ങിപ്പോയി. ആശ നശിച്ചുപോയി കർണന്. പ്രതീക്ഷകൾ തകർന്ന മിത്രാത്മജന്റെ അമ്പുകൾ കാക്കം കുറഞ്ഞു. ശല്യര് പറഞ്ഞു, കർണ, നിന്റെ വീരത്വം മൂലം ശബ്ദങ്ങൾ എവിടെ പോയി? പെരുത്ത കരുത്തായി നീ സൂക്ഷിച്ചിരുന്ന നാഗാസ്ത്രം എവിടെ? മാധവനെ വെല്ലുവാനും അർജുനനെ കൊല്ലുവാനും നിനക്ക് സാധിക്കുകയില്ല കർണ. നിന്റെ ശ്രമങ്ങളൊക്കെ വെറുതെയാണ്. യുദ്ധത്തിൽ ദുര്യോധനു വേണ്ടി മരിക്കാം, അത്രയും നിനക്ക് ചെയ്യാനാവൂ, വേറൊന്നും നിനക്ക് ചെയ്യാനാവൂല എന്ന് പറഞ്ഞു. അർജുനൻ കർണന്റെ കിരീടം മുറിച്ചു, മാർച്ചട്ട പൊട്ടിച്ചു, കുണ്ടലങ്ങൾ എരിഞ്ഞു വെട്ടി. ശല്യരുടെ ദേഹത്തും ശരങ്ങൾ തറഞ്ഞു കയറി. അശ്വങ്ങളിലും അമ്പ് തറച്ചു. അമരം കുലുങ്ങി. തേർചക്രങ്ങൾ ഉടഞ്ഞു. അമ്പുകളേറ്റ കർണൻ തളർന്നിരുന്നു. പാർത്ഥൻ യുദ്ധം നിർത്തി. ശല്യർ കർണനെ മറ്റൊരു രഥത്തിൽ കയറ്റി രണാങ്കണത്തിൽ നിന്ന് തേരുമാറ്റി. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർണന്റെ തളർച്ച മാറി. പ്രവൃദ്ധവീരനായി കർണൻ ഉണർന്നു. വില്ലുകുലച്ചമ്പുലച്ചു. കർണൻ വീണ്ടും ആയോധനം ആരംഭിച്ചു. ഇക്കുറി തളർന്നത് പാർത്ഥനാണ്. മോഹാലസ്യനായി ധനഞ്ജയൻ തേർത്തടത്തിൽ ഇരുന്നു പോയി. കേശവൻ അവസരം മുതലാക്കുവാൻ തന്ത്രത്തിൽ രഥം പിന്നോട്ട് നീക്കി. ധനഞ്ജയൻ എങ്ങനെയും വധിക്കണമെന്ന് കരുതി മിത്രാത്മജൻ മുന്നോട്ട് കുതിച്ചു. വിധി വൈപരീത്യം എന്ന് തന്നെ പറയട്ടെ, വേറെന്താ പറയാൻ. ഒരുപാട് ആൾക്കാരുടെ ശാപം ആ ദുര്യോധന്റെ കൂട്ടുകെട്ട് കൊണ്ട് കർണനും കുറെ ആൾക്കാരുടെ ശാപം ഉണ്ടല്ലോ. കർണന്റെ രഥചക്രങ്ങൾ കേശവന്റെ തേർചക്രങ്ങൾ അമർന്ന കുഴിയിൽ താണു. അതിനാ നേരത്തെ അമർത്തി വെച്ചിനെന്ന് തോന്നുന്നു. അശ്വങ്ങൾ എത്ര വലിച്ചിട്ടും തേരുയർന്നില്ല. തേർചക്രങ്ങൾ പൂഴിയിലേക്ക് താണു പോവുക തന്നെ ചെയ്തു. ഭൂമി കർണന്റെ രഥചക്രങ്ങളെ വിഴുങ്ങി. ചക്രങ്ങള് പൂർണ്ണമായും മണ്ണിലെ താഴ്ന്നു. അശ്വങ്ങൾ ആഞ്ഞു വലിച്ചിട്ടും രഥത്തിന്റെ ചക്രങ്ങൾ ഉയർന്നില്ല. ശല്യര് പറഞ്ഞു, കർണ, തേര് താണുപോയിരിക്കുന്നു, അത് ഉയർത്താതെ ഇനി അശ്വങ്ങൾ നടത്താനാവില്ല. പെട്ടെന്ന് കർണന് അസ്ത്രങ്ങൾ തോന്നാതെ ബ്രഹ്മാസ്ത്രം ഓർമ്മ വന്നതേയില്ല. അതാണ് യുദ്ധം ചെയ്യുമ്പം അസ്ത്രം ഓർമ്മ വരാതെ പോട്ടേന്ന് ഒരു
ശാപമുണ്ട്. മിത്രാത്മജന് ഒരു കാര്യം ബോധ്യമായി. ശാപം ഫലിക്കുന്നു. തന്റെ അന്ത്യം അടുക്കാറായി. നാഗാസ്ത്രമായിരുന്നു തനിക്ക് രക്ഷ. അത് നഷ്ടപ്പെടുകയും ചെയ്തു. ബ്രഹ്മാസ്ത്രം ഓർമ്മയിൽ വന്നതുമില്ല. എല്ലാം തനിക്ക് പ്രതികൂലമാവുന്നല്ലോ. കർണൻ നിരാശയിൽ അമർന്നു. തേരനക്കുവാനാവാതെ കർണൻ നിന്നു. ധനഞ്ജയൻ ബ്രഹ്മാസ്ത്രം തൊടുത്തു. പ്രവൃദ്ധവീരനായ കർണൻ ബ്രഹ്മാസ്ത്രം തടഞ്ഞു. ഭൂമി കുലുങ്ങി. സമുദ്രം നുരഞ്ഞു. ശല്യർ വീണ്ടും രഥമുയർത്തുവാൻ ശ്രമം ആരംഭിച്ചു. പക്ഷെ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. ഇനി ഭൂമിയിൽ ഇറങ്ങിയേ രഥമുയർത്തുവാൻ കഴിയൂ. പക്ഷേ കർണൻ പാർത്ഥനോട് പറഞ്ഞു, ഇപ്പൊ വരുന്നുണ്ട് എവിടെയില്ലാത്ത ധർമ്മവും നീതിയും ഒക്കെ. ധനഞ്ജയ, തേര് ചലിക്കാതെ നിൽക്കുന്ന എന്നോട് കടുത്ത വാശിയരുത് കേട്ടോ. മുടിയഴിഞ്ഞവൻ, പിന്തിരിഞ്ഞവൻ, ബ്രഹ്മവാദി, തൊഴുന്നവൻ, ശരണം പ്രാപിച്ചവൻ, യാചിക്കുന്നവൻ, അതുപോലെ അസ്ത്രം വെച്ചവൻ, അമ്പു തീർന്നവൻ, പിന്നെ ചട്ടയില്ലാത്തവൻ, ഇങ്ങനെയുള്ളവരോട് ശൂരന്മാർ അസ്ത്രം പ്രയോഗിക്കുകയില്ല. നീ അല്പം കൂടെ ക്ഷമിക്കൂ. ഭൂമിയിൽ താണുപോയ തേർചക്രം ഞാൻ ഉയർത്തട്ടെ. മണ്ണിൽ നിൽക്കുമ്പോൾ നീ എന്നെ ഇയ്യരുത് പറഞ്ഞു. എന്നിട്ട് ഒരു നിമിഷം കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു, കേശവനെയും നിന്നെയും ഞാൻ ഭയപ്പെടുന്നേയില്ല. ഓ. കർണന്റെ വാക്കുകൾ കേട്ട കേശവൻ പറഞ്ഞു, രാധേയ, നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം ധർമ്മത്തെക്കുറിച്ചല്ലേ? ആണല്ലോ. ദുഷ്ടന്മാർ കഷ്ടകാലം വരുമ്പോൾ ദൈവത്തെ പഴിക്കും. കർമ്മഫലമാണ് അനുഭവിക്കുന്നതെങ്കിലും മറിച്ചു കരുതും. സ്വന്തം ദുഷ്പ്രവൃത്തികളെ കുറിച്ചവർ ഓർക്കാറേയില്ല. കർണ, ആലോചിച്ചു നോക്ക്. ഏകവസ്ത്രധാരിയായി അന്തഃപുരത്തിൽ എന്ന പാഞ്ചാലിയെ നിന്റെയും കൂടെ പ്രേരണ കൊണ്ടല്ലേ എന്ന് സഭയിലെത്തിച്ചത് അല്ലേ? ആലോചിച്ചു നോക്ക്. അന്ന് നിനക്ക് ആ ധർമ്മച്യുതി തടയാമായിരുന്നു. നീ പറയുന്നത് മാത്രമേ ദുര്യോധനന്റെ മനസ്സ് അന്നും ഇന്നും കേൾക്കുകയുള്ളൂ. നിന്നെ അവൻ അത്ര കണ്ട് ഉൾക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സുഹൃത്തിന്റെ സുഖത്തിനു വേണ്ടി നീ ധർമ്മത്തെ ബലി കഴിച്ചില്ലേ കർണ? മാത്രമല്ല പാഞ്ചാലിയോട് വേറെ ഭർത്താവിനെ വരിക്കുവാൻ നീ പറയുകയും ചെയ്തില്ലേ കർണ? സത്യത്തിന്റെ മുഖം ഹിരൺമയമാണ്. പക്ഷെ അത്ര വേഗം ആർക്കും ദർശിക്കുവാനാവുകയില്ല കേട്ടോ. സത്യത്തിന്റെ മുഖം അത്ര വേഗം ആരും കാണാൻ പറ്റൂല. ആ മുഖം ഞാൻ നിനക്ക് കാട്ടിത്തന്നു. എന്നിട്ടും നീ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടില്ലല്ലോ. ധർമ്മത്തെക്കുറിച്ച് വാദിക്കുവാൻ നിനക്കെന്താണ് അവകാശം? സാരസാക്ഷസനകാദിവന്ദ്യ സംസാര സാഗര മഹാമതേ ഹരേ നിരതാഭ നിഖിലേശ നൽകണേൻ രമാരമണ നിത്യമുക്തിമേ. അങ്ങനെ ഭഗവാൻ ഓരോരോ കാര്യങ്ങളും എടുത്തെടുത്തെടുത്തെടുത്ത് പറയാൻ തുടങ്ങി. ആ മുഖം ഞാൻ നിനക്ക് കാട്ടിത്തന്നില്ലേ? ഏത് സത്യന്റെ ഹിരൺമയമായ മുഖം. എന്നിട്ടും നീ യാഥാർത്ഥ്യം ഉണ്ടില്ലല്ലോ കർണ. ധർമ്മത്തെക്കുറിച്ച് വാദിക്കുവാൻ നിനക്കെന്താണ് അവകാശം? സ്വകീയമായ ഒന്നും നിനക്കില്ലല്ലോ. മൃഗീയമായ മനസ്സല്ലേ നിനക്കുള്ളത്. ധർമ്മം കൊണ്ട് പാപം കഴുകിക്കളയുവാൻ നീ ശ്രമിച്ചു. ജന്മദത്തമായ കവചകുണ്ടലങ്ങൾ ദാനം നൽകിയ അപ്പോഴും അതിനു പകരം നീ ഐന്ദ്രാസ്ത്രം വാങ്ങി വെച്ചില്ലേ നിതാന്ത ശത്രുവിനെ കൊല്ലുവാൻ? ദാനത്തിൽ നീ ഉത്തമനും മഹൽ സത്തമനുമാണ് പോലും. ഇതാണോ നിന്റെ ദാനം? പാപം ധർമ്മം കൊണ്ട് പ്രക്ഷാളനം ചെയ്യുവാൻ നീ മുതിർന്നു. എന്നാൽ കർമ്മത്തിന്റെ ഫലം നിനക്ക് അനുഭവിക്കാതെ വയ്യ കർണ. ഒന്ന് വാങ്ങിയിട്ടൊന്ന് കൊടുക്കുന്നത് ദാനമില്ലല്ലോ, കച്ചവടമല്ലേ? അതാണ് ഭഗവാൻ പറയുന്നത്. കേശവന്റെ വാക്കുകൾ കേട്ട് മിത്രാത്മജൻ ശിരസ്സു താഴ്ത്തി നിന്നു. ഒന്നും സംസാരിക്കാൻ കർണന് പറ്റുന്നില്ല. അവന്റെ ചുണ്ടുകൾ വിറച്ചു. കർണൻ ആരോടും വൈരാഗ്യം തോന്നിയില്ല. മാധവൻ മർമ്മത്തിൽ ചൂണ്ടിയാണ് പറഞ്ഞത്. ജീവിതത്തിന്റെ അധോച്ഛങ്ങൾ ഓർത്തു നിസ്സംഗത വരിച്ച് മിത്രപുത്രൻ ഇങ്ങനെ നിന്നു. നിസ്സംഗത്വം. കേശവൻ ആജ്ഞാസനത്തിൽ പറഞ്ഞു, പാർത്ഥ, നീ എന്താണ് അമാന്തിക്കുന്നത്? ദിവ്യാസ്ത്രം കൊണ്ട് ഇവനെ തകർക്കൂ. പാണ്ഡവരുടെ നാരായ പേര് തോണ്ടുവാൻ ആയുധം കയ്യിലേന്തിയവനാണിവൻ. ദാനം നടത്തി ക്രൂരത മറക്കുവാൻ ഉന്നിയവനാണിവൻ. സമൂഹത്തിൽ ഇത്തരം ആളുകൾ ലളിതമായി ഗാനം ആലപിക്കുന്ന പിശാചുക്കളാണ്. അർജുന, തൊടുക്കൂ. അവന്റെ ഗളത്തിലേക്ക് അസ്ത്രം മുറിയട്ടെ. അവന്റെ ഗളനാളം മണ്ണിൽ കിടന്നുരുളട്ടെ. അവന്റെ ഉത്തമാംഗം ഉതിരട്ടെ. അതിൽ നിന്നും രക്തധാര. വസുധക്ക് നീ രക്തപുഷ്പങ്ങൾ അർപ്പിക്കൂ അർജുന. അർജുന, വേഗം വേണം. ഇല്ലേന്തി ഇവൻ രഥത്തിൽ ആരോഹണം ചെയ്താൽ ഇവനെ കൊല്ലുവാൻ നിനക്കാവില്ല. പരശുരാമദത്തമായ വരം ഇവനുണ്ട്. രഥാരൂഢനായാൽ കർണനെ വീഴ്ത്തുവാൻ നമുക്കാവില്ല അർജുന. പാപചിന്ത കളയൂ. ജീവിതം മുഴുവൻ പാപത്തിൽ ബദ്ധനായ ഒരുവനെ വധിക്കുവാൻ പാപചിന്ത നോക്കേണ്ട കാര്യമില്ല അർജുന. സമൂഹത്തിന്റെ രക്ഷക്കൊരുവനെ ശിക്ഷിക്കുമ്പോൾ അവിടെ ജീവകാരുണ്യം നോക്കുകയും വരുത് പാർത്ഥ.
കേശവന്റെ വാക്കുകൾ പാർത്ഥൻ ധരിച്ചു. അവനിൽ കോപത്തിന്റെ രക്തപുഷ്പങ്ങൾ വിടർന്നു. മണ്ണിൽ കർണൻ വിവർണവദനായി നിന്നു. വല്ലാത്തൊരു രംഗം തന്നെ. ശല്യർ രഥമുയർത്തുവാൻ തുടങ്ങി. എല്ലാവരും നിശബ്ദരായി. കേശവൻ രഥമോടിച്ചു കർണന്റെ മുമ്പിലെത്തി. ആകാശത്ത് ഭാനുമാൻ പുത്രന്റെ ഗതിയോർത്തു നിശ്ചലനായി. സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്യണ്ടു ഒന്ന് മനസ്സിലാവാത്ത മാതിരി നിന്നുപോയിന്ന്. ഇന്ദ്രാദികളും ചന്ദ്രാദികളും ആകാശത്ത് നിരന്നു. അഷ്ടദിക്പാലകരും ഗന്ധർവശ്രേഷ്ഠരും എത്തി. യുദ്ധത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ഒരു ഒരു ഇതാണിപ്പോ ഇവിടെ കാണാൻ പോകുന്നത്. പെട്ടെന്ന് പ്രകൃതി ഒന്ന് കറുത്തു. പ്രകാശം കുറഞ്ഞു വന്നു. കുരുക്ഷേത്രത്തിൽ ഇരുട്ട് താണു വന്നു. അർജുനന് തമസ് ലേശം മൂടി. പാർത്ഥൻ അഞ്ജലീകം എന്ന അസ്ത്രം അവനാഴിയിൽ നിന്നെടുത്തു. ഇത് ഗാണ്ഡീവത്തിൽ ചേർത്തു. മന്ത്രിച്ചു. മന്ത്രശക്തി പൂർണ്ണമാവാൻ ഗുരുവിനെ വന്ദിക്കുന്നു. ശത്രുവിന് വീരസ്വർഗം ലഭിക്കട്ടെ. കേശവന്റെ പാദങ്ങളെ വന്ദിച്ചുകൊണ്ട് എൻ്റെ യത്നശക്തി മുഴുവൻ അസ്ത്രത്തിൽ ആവാഹിക്കുന്നുള്ളവൻ ഈ അസ്ത്രം കർണനെ വധിക്കും. അർജുനൻ അഞ്ജലീകം അയച്ചു. കറുത്ത പുക പരത്തി അസ്ത്രം പാഞ്ഞു. വെള്ളിടി പൊട്ടിപ്പരന്നു. ഭൂമി കുലുങ്ങി. ചികിടടക്കുന്ന ശബ്ദമുണ്ടായി. കുരുക്ഷേത്രത്തിൽ നിന്നവരുടെ കണ്ണുകൾ മങ്ങി. തല കറങ്ങി. അവർ കമഴ്ന്നടിച്ചു വീണു. കേശവൻ ആ കാഴ്ച കണ്ട് പുഞ്ചിരിച്ചിരുന്നു. അഞ്ജലീകം പാഞ്ഞു വരുന്നത് കർണൻ കണ്ടു. തടയുവാൻ ഒരസ്ത്രവും കർണൻ ഓർമ്മ വന്നില്ല. ഗുരുവിന്റെ ശാപം ഫലിച്ചു. കർണൻ കണ്ണുയർത്തി സൂര്യനെ നോക്കി. അച്ഛാ, ഞാനിതാ വരുന്നു. സൂര്യൻ ആകാശത്തു നിന്നും കരങ്ങൾ നീട്ടി. കർണൻ പുഞ്ചിരിച്ചു. പിതാവിന്റെ ആദ്യ ലാളനമേൽക്കുവാൻ കർണൻ തന്റെ ജീവനെ കേന്ദ്രീകരിച്ചു. അഞ്ജലീകം കർണന്റെ കളനാളം മുറിച്ചു. പ്രഭാപൂരിതമായ കർണന്റെ ജീവൻ സമസ്ത ലോകങ്ങൾക്കും തേജസ്സു പരത്തി ആകാശത്തിലേക്ക് ഉയർന്നുയർന്നുയർന്നുയർന്നു പോയി. പിതാവ് അവനെ ഏറ്റുവാങ്ങി. പുത്രനെ ഒരു കുഞ്ഞ് പിതാവിന്റെ മാറിലമരും പോലെ ആനന്ദത്തോടെ കർണൻ സൂര്യനിൽ ലയിച്ചു. കർണൻ ഇങ്ങനെ പിതാവിന്റെ കരവലയത്തിൽ ഒതുങ്ങിയ സമയത്ത് എന്തായി? കർണന്റെ മരണം പാണ്ഡവ ശിബിരത്തിൽ ആനന്ദം പടർത്തി. ധർമ്മജനിലും സന്തോഷം വളർന്നു. പക്ഷേ ധർമ്മജൻ ആലോചിച്ചു. എത്രയോ നാളുകളായി തന്റെ ഉറക്കം കെടുത്തുന്ന ഭീഷണി ആയിരുന്നു കർണൻ. കൗരവപക്ഷത്തിൽ എന്നും ദുർദർശനായിരുന്നു അവൻ. ജന്മനായുള്ളതും അമൃതോത്ഭവങ്ങളുമായ അവന്റെ കവചകുണ്ടലങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ആശ്വാസമുണ്ടായി. എന്നാൽ അത് കാൽക്ഷണ കാലത്തേക്കായിരുന്നു. ആർക്കും തടയുവാനാവാത്തൊരു വേലി കർണൻ ഇന്ദ്രനിൽ നിന്ന് സമ്പാദിച്ചിട്ടുണ്ടെന്നറിഞ്ഞതോടെ ഇടനെഞ്ചിൽ പിന്നെയും അഗ്നി ആളി. ഘടോത്കജൻ ആ വേലിൽ കരിഞ്ഞു തീർന്നപ്പോൾ ഒട്ടാശ്വാസമായി. കർണൻ പാർത്ഥനെ ഗ്രസിക്കുന്നതായി പേക്കിനാവ് കണ്ട് എത്രയോ രാത്രികളിൽ ഞെട്ടി ഉണർന്നിരിക്കുന്നതായി. ഇന്നെല്ലാം കഴിഞ്ഞു. കർണൻ മരിച്ചു. പക്ഷേ ആഹ്ലാദത്തിന്റെ ഈ ഉത്തുംഗ നിമിഷങ്ങളിലും ഹൃദയത്തിൽ വേദനയുടെ തിരുനാൾ കത്തുന്നത് പോലെ. എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? വിലപ്പെട്ടത് എന്തോ നാശത്തിന്റെ അഴിമുഖത്തായതുപോലെ, എന്തോ ഒരു വിലപ്പെട്ടത് നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. അസ്വസ്ഥനായ ധർമ്മജൻ കൃഷ്ണനോട് ചോദിച്ചു. ഭഗവാനെ കേശവ, അങ്കേശന്റെ മരണം യഥാർത്ഥത്തിൽ ആഹ്ലാദം പകർത്തുകയാണ് വേണ്ടത്. പക്ഷേ സന്തോഷത്തിന് പകരം സന്താപമാണ് ഉള്ളിൽ ഉണരുന്നത്. എന്തോ നഷ്ടമായിരിക്കുന്ന പ്രതീതിയാണ്. എന്താണ് ഇതിന് കാരണം? അപ്പൊ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ധർമ്മജ, കർണൻ എന്നും നിന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്കേശൻ നിന്റെ മനസ്സിലൊരു ഭാഗമായി. അതുകൊണ്ടാണ് അവന്റെ വേർപാട് നിന്നിൽ വ്യാകുലത നിറക്കുന്നത്. പിന്നെ പ്രപഞ്ച രഹസ്യത്തിൽ ഉൾച്ചേർന്ന സത്യങ്ങൾ ആർക്കറിയാം? പറയുന്നവർക്കറിയാം, പക്ഷെ എനിക്കും അറിയില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞത്. മാധവന്റെ അവസാന വാക്കുകൾ ധർമ്മജന്റെ മനസ്സിൽ പതിഞ്ഞു. ആ വാക്കുകളുടെ പൊരുളിനെ കുറിച്ച് ആലോചിച്ച് അന്നത്തെ നിദ്രയും ശമനസുതൻ കളഞ്ഞു. കർണന്റെ അത് അങ്ങനെയാണല്ലോ, വൈകുന്നേരം അല്ല രാത്രിയിലോ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു വേണ്ടാത്ത കാര്യം ഓർമ്മ വന്നാല് നമ്മൾ അന്നത്തെ ഉറക്കു പോകും. നിദ്രാദേവി അടുത്ത് വരുവേയിൽ അത്ര വിളിച്ചാലും വരൂല. കർണന്റെ മരണശേഷം ശല്യർ കൗരവ സേനാപതിയായി. കർണന്റെ മരണം ദുര്യോധന് വലിയ ആഘാതമുണ്ടാക്കി. കർണൻ മരിക്കുമെന്ന് ചിന്തിക്കുവാൻ പോലും ധാർത്തരാഷ്ട്രന് കഴിയുമായിരുന്നില്ല. പക്ഷേ തൻ്റെ പ്രിയ സുഹൃത്ത് പിരിഞ്ഞു പോയി. അത് യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊണ്ടേ പറ്റൂ.
വിജയത്തിനായുള്ള പെരുത്താശ കർണനിലാണ് വച്ചിരുന്നത്. അത് നശിച്ചു. ആശ നശിച്ച് മനസ്സിന്റെ നില തെറ്റിയ ദുര്യോധനൻ എല്ലാം തകർക്കുവാൻ തന്നെ ഉറച്ചു. ഇനി ഞാനല്ലേ ഉള്ളൂ എല്ലാം തകർക്കാൻ. ശല്യർ സേനാധിപത്യം ഏറ്റെടുത്തുകൊണ്ട് ദുര്യോധനോട് പറഞ്ഞു, സുയോധന, കേശവൻ നയിക്കുന്ന തേരിൽ ആയോധനം നടത്തുന്ന പാർത്ഥന് ജയിക്കുവാൻ നമുക്ക് കഴിയൂല കേട്ടോ. അത് വിചാരിക്കുന്നത് വെറുതെയാണ്. കർണനയച്ച നാഗാസ്ത്രം പാർത്ഥന്റെ തല മുറിച്ചെന്ന് തന്നെ ഞാൻ കരുതിയതാണ്. എന്നാൽ എത്ര വിദഗ്ധമായാണ് കേശവൻ രഥം ചവിട്ടി താഴ്ത്തിയത്. രഥവേഗവും ശരദൂരവും അത്ര കൃത്യമായി മാധവൻ കണക്കാക്കി. അത് ഒരു നിമിഷം കൊണ്ട്. സമർത്ഥനായ കേശവൻ സാരഥിയായിരിക്കുമ്പോൾ അർജുനൻ അവധ്യനാണ് ദുര്യോധന. യഥാർത്ഥത്തിൽ പാണ്ഡവർക്ക് വേണ്ടി ആയുധമില്ലാതെ മാധവൻ ആയോധനം നടത്തുകയാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭഗവാൻ ആയുധം വേണ്ട, ഭഗവാന്റെ നാവ് തന്നെയാണ് ഭഗവാന് ആയുധം. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. കേശവന്റെ മുഖം പുഞ്ചിരിയുടെ അഞ്ചിത ശോഭയിൽ തെളിയുമ്പോൾ കാലം പോലും അവർക്ക് അനുകൂലമാകുന്നു ദുര്യോധന. ധർമ്മത്തിന്റെ വഴി അവരുടെ ഭാഗത്താണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ആയോധനം നിർത്തുന്നതല്ലേ നല്ലത്. പാണ്ഡവർ ഇനിയും ക്ഷമിക്കും നിന്നോട്. ശല്യരുടെ വാക്കുകൾ ദുര്യോധനൻ കേട്ടതേയില്ല, ചെവി കൊണ്ടതേയില്ല. യുദ്ധവുമായി മുന്നോട്ട് പോകുവാൻ തന്നെ അവൻ തീരുമാനിച്ചു. ശല്യരാണ് പട നയിക്കുന്നതെന്ന് പാണ്ഡവർ ഉടൻ അറിഞ്ഞു. കേശവൻ പാണ്ഡവരോട് പറഞ്ഞു, ഒരു കാര്യം പ്രത്യേകം ധരിപ്പിക്കുവാനാണ് ഞാൻ മുതിരുന്നത് കേട്ടോ. ഭീഷ്മരെ, ദ്രോണരെ, കർണൻ തുടങ്ങിയവരെ പോലെ ശല്യനും ശ്രേഷ്ഠനാണ്. ആയോധനം അദ്ദേഹത്തിന് കലയാണ്. വീരന്മാരായ ഭീമാർജുന്മാർക്ക് ശല്യരോട് പോരടിച്ചു വിജയിക്കുവാനാവില്ല. അതിന് ശമനസുതൻ തന്നെ വേണം. ദിവസവും പൂജിക്കുന്നൊരു വേലുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പക്കല്, അത് ശല്യം തീർക്കട്ടെ, രക്തം പാനം ചെയ്യട്ടെ. മാദ്രേശനം മാമനാണെന്ന് കരുതി ആയോധനത്തിൽ അയവ് കാണിച്ചാൽ ഫലം വിപരീതമാകും. അതുകൊണ്ട് മാദ്രേശനെ ശക്തിപൂർവ്വം എതിർക്കണം എന്നല്ല, നാളെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയും വേണം. 17ാമത്തെ ദിവസമായി ഇന്ന് കേട്ടോ. ശല്യർ കൂടെ മരിച്ചാൽ പിന്നെ രാജാവ് മാത്രമേ അവശേഷിക്കുകയുള്ളൂ. പ്രഭാതമായി ആയോധനം ആരംഭിച്ചു. വാശിയായിരുന്നു അന്നത്തെ രണത്തിന്റെ മുദ്ര. പാണ്ഡവർ കൗരവപ്പടയെ അരിഞ്ഞരിഞ്ഞിട്ടു നടന്നാൻ അർജുനൻ. ഒരസ്ത്രത്തിന് 10ഉം 15ഉം പടയാളികൾ മരിച്ചു. കൗരവപ്പട തിക്കും തിരക്കും കൂട്ടി കാലദൂതന്മാരെ പോലെ പാണ്ഡവർ സേനയിൽ പെരുമാറി. അർജുനന്റെ രഥം കടന്നുപോയ വഴി രക്തപ്പുഴ ഒഴുകി. അറ്റുതെറിക്കുന്ന മാംസകഷണങ്ങളും തലമുടിയും അവയവങ്ങളും ചേർന്നൊരു മാംസച്ചേറായി കുരുക്ഷേത്രം. അസഹ്യമായ ഗന്ധവും. എങ്ങനെ സഹിക്കുന്നു ഇതൊക്കെ? അവിടെ വന്നു തുടങ്ങി. സൈന്യം ചിതറിയത് കണ്ട് ക്രുദ്ധനായ ശല്യർ യുധിഷ്ഠിരന്റെ സമീപത്തേക്ക് പാഞ്ഞു വന്നു എന്ന് ഞാൻ പറയുന്നതല്ല, ഇതിലുള്ളതാണ്. അവനുമായി ഏറ്റുമുട്ടി. ഉടനെ അവിടെ കുതിച്ചെത്തിയ പാർത്ഥൻ ശല്യരെ അമ്പുകൾ കൊണ്ട് മൂടി. ശല്യർ തൊടുത്ത ശരങ്ങൾ നിമിഷം കൊണ്ട് മുറിച്ചു തള്ളി. അർജുനൻ മാദ്രേശന് നേരെ 100 അമ്പുകൾ എയ്തു. ശരമേറ്റ് ശല്യർ ഒന്ന് വലഞ്ഞു. മാദ്രേശന്റെ പതർച്ച അറിഞ്ഞ കൃതവർമാവും കൃപരും ഓടി വന്നു. അവർ പാർത്ഥനോടേറ്റു. അഗ്നി പോലെ കത്തിക്കയറുകയാണ് പാർത്ഥൻ. വാരുണാസ്ത്രം, വായവ്യാസ്ത്രം മുതലായവ കൊണ്ട് നിരവധി കൗരവപ്പടയെ ധനഞ്ജയൻ കാലപുരിയിലെത്തിച്ചു. കൗരവപ്പട വളരെ വേഗം കുറഞ്ഞു വന്നു. ശവക്കളമായ പോർക്കളം. എവിടെ തിരിഞ്ഞാലും ശവങ്ങൾ. പലരും ബന്ധുക്കളാണ്, സ്വന്തക്കാരാണ്, ഓരോ വിധത്തിൽ വേണ്ടപ്പെട്ടവരാണ്. പാർത്ഥൻ ഒന്നും നോക്കിയില്ല. എണ്ണമൊഴിയോ മറ്റൊന്നും ചിന്തിച്ചില്ല. അതാണ് കേശവൻ ശവങ്ങളാക്കി നിർത്തി അരിനിര അരിഞ്ഞരിഞ്ഞരിഞ്ഞ് തള്ളി പാർത്ഥൻ മുന്നേറിക്കൊണ്ടേയിരുന്നു. യുധിഷ്ഠിരൻ ശല്യരെ നേരിട്ടു. മാദ്രേശനിൽ പുഞ്ചിരി ഉണർന്നു. ഏകാന്ത ധ്യാനത്തിൽ നിരന്തരം വർത്തിക്കുന്ന ധർമ്മപുത്രൻ ഒടുവിൽ വില്ലേന്തിയിരിക്കുന്നു. അതേടാണ് സാത്വിക തേജസ് വിളങ്ങുന്ന ശമനസുതൻ രണാങ്കണത്തിൽ കത്തിക്കാളുകയാണ്. മാദ്രേശനും ധർമ്മപുത്രനും എതിരിട്ടു. ആയോധനം ഘോരമായി. ധർമ്മജന്റെ തേജസ് അതിക്രമിക്കുവാൻ മാദ്രേശന് കഴിഞ്ഞില്ല. അപ്പോ ഈ മാദ്രേശനും കർണനും യുധിഷ്ഠിരനും തമ്മിലുള്ള യുദ്ധവും മാദ്രേശന്റെ മരണമൊക്കെ നമുക്ക് ഇന്ന് പറയണ്ടെന്ന് തോന്നുന്നു. നാളെ പറയാം. ഇന്ന് കൊല്ലണ്ടപ്പാ മാദ്രേശൻ. ഇന്നത്തെ കഥ പുണ്യതമ്പുരാന്റെ തൃപ്പാദപത്മങ്ങളിൽ സാദരം
വിനയപുരസ്സരം ഭക്തി ആദരപൂർവ്വം സമർപ്പിച്ച് നമുക്ക് നാളത്തേക്ക് കാത്തിരിക്കാം.